നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല കാര്യങ്ങളാണെങ്കിലും വളരെ മോശം കാര്യമാണെങ്കിലും സംഭവിക്കുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം സന്തോഷമാകുന്നുവോ അതിൻ്റെയൊക്കെ ഇരട്ടിയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മോശം കാര്യങ്ങൾക്കുള്ള സങ്കടം. അതിലേറ്റവും വേദനിപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം. അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന മരണത്തിൽ വേണ്ടപ്പെട്ടവരും സുഹൃത്തുക്കളും ഒരുപോലെയാണ് സങ്കടപ്പെടുന്നത്. അത്തരത്തിലൊരു മരണവാർത്തയാണ് മാവേലിക്കരയിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്രതീക്ഷിതമായാണ് രാഘവ് മരിക്കുന്നത്. അക്ഷയ് ജോലിക്ക് പോകുന്നതിന് വിളിച്ചപ്പോൾ ആദ്യം വരുന്നില്ലെന്ന് പറഞ്ഞതാണ് രാഘവ്. വീണ്ടും അക്ഷയ് നിർബന്ധിച്ചു. പണിക്ക് വാടാ എന്ന് പറഞ്ഞു. ഒടുവിൽ അക്ഷയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് രാഘവ് പണിക്ക് പോകുന്നത്. അവൻ ഇന്നും ജോലിക്ക് വരുന്നില്ലെന്ന് പറഞ്ഞതാണ്. എന്നിട്ടും ഞാനാ നിർബന്ധിച്ചു വിളിച്ചു കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് അക്ഷയ്. രണ്ടുപേരും ഒന്നിച്ചാണ് പാലം പണിക്ക് സ്ഥലത്തെത്തിയത്. രണ്ടുപേരും ഒരുമിച്ചാണ് ജോലിക്ക് പോകുന്നത്. ആ പാലം പണിക്ക് സ്ഥലത്തേക്കെത്തുമ്പോൾ പോലും രാഘവ് സന്തോഷത്തോടെയും സ്നേഹപൂർവമായ സംഭാഷണങ്ങളോടെയുമാണ്. പക്ഷേ അക്ഷയ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതിനുശേഷം നടക്കുന്നതെല്ലാം അവന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതാവുമെന്ന്. അക്ഷയ് വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. അക്ഷയ് വിളിക്കുമ്പോൾ രാഘവ് ഓച്ചിറയിലെ വീട്ടിലായിരുന്നു. വൈകിട്ട് കരിപ്പുഴയിലേക്ക് മടങ്ങാൻ തുടങ്ങിയപ്പോൾ പോകേണ്ട എന്ന് നിർബന്ധിച്ച് അവിടെ നിർത്തിയത് അക്ഷയാണ്. തുടർന്ന് രാവിലെ ജോലിക്ക് പോകാൻ വിളിച്ചു. പക്ഷേ ആദ്യം വിളിച്ചപ്പോൾ രാഘവ് വന്നില്ല. കോൺക്രീറ്റ് ജോലിയല്ലേ, ഉച്ചയോടെ തീരുമല്ലോ എന്ന് പറഞ്ഞ് അക്ഷയ് വീണ്ടും നിർബന്ധിക്കുകയായിരുന്നു. തുടർന്ന് രണ്ടുപേരും ഒന്നിച്ച് പാലം പണിക്കായി പോകുകയായിരുന്നു. ജോലിയുടെ ഇടവേളയിലും രണ്ടുപേരും തമ്മിൽ ഭക്ഷണം കഴിക്കുമ്പോഴും നീ വിളിച്ചിട്ടാണ് ഈ വെയിലത്ത് പണിയെടുക്കാൻ വന്നതെന്ന് രാഘവ് അക്ഷയോട് പറഞ്ഞ് അവനെ കളിയാക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴൊന്നും അവർ വിചാരിച്ചു പോലും കാണില്ല വലിയൊരു ദുരന്തമാണ് അവർ അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്ന്. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് വീണ്ടും രണ്ടുപേരും ജോലിയിലേക്ക് മുഴുകി. കോൺക്രീറ്റ് ചെയ്യുന്നതിനിടെ ശബ്ദം കേട്ട് രാഘവാണ് ചെന്ന് നോക്കുന്നത്. നട്ട് പൊട്ടിയതാണെന്ന് രാഘവിന് മനസ്സിലായി. പുതിയ നട്ടിട്ട് മുറുക്കാൻ അക്ഷയോട് പറഞ്ഞു. എന്നാൽ പിന്നീടാകാമെന്ന് പറഞ്ഞ് അക്ഷയ്. പേടിയാണോ എന്ന് ചോദിച്ച് കളിയാക്കിയപ്പോൾ പുതിയ നട്ടെടുക്കാൻ വേണ്ടിയാണ് അക്ഷയ് പോയത്. തിരികെ വന്നപ്പോൾ അവിടെയുണ്ടായിരുന്ന മറ്റൊരു നട്ടിട്ട് കോൺക്രീറ്റ് സ്ലാബ് മുറുക്കുകയായിരുന്നു രാഘവ്. തുടർന്ന് ജോലിയും ആരംഭിച്ചിരുന്നു. എന്നിട്ട് അക്ഷയെ നോക്കി ചിരിക്കുകയും ചെയ്തു. അപ്പോഴേക്കും തട്ട് താഴേക്ക് തകർന്നു വീണു. ഒപ്പം അവനും പുഞ്ചിരിയോടെ താഴേക്ക്. ഇത് പറയുമ്പോൾ അക്ഷയ് പൊട്ടിക്കരയുകയായിരുന്നു. ചെന്നിത്തല ചെട്ടിക്കുളങ്ങര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കീച്ചേരിക്കടവ് പാലം പണിക്കിടെ ഇന്നലെ ഉച്ചയ്ക്ക് 1:30 ഉണ്ടായ അപകടത്തിൽ മാവേലിക്കര കല്ലുമല അക്ഷയ് ഭവനത്തിൽ രാഘവ് കാർത്തിക്, ഹരിപ്പാട് തൃക്കുന്നിപ്പുഴ കിഴക്കേക്കര വടക്ക് മണികണ്ഠൻചിറ ബിനുഭവനിൽ ജി ബിനു എന്നിവരാണ് മരിച്ചത്. നിർമ്മാണം പുരോഗമിക്കുന്ന പാലത്തിന്റെ ഒരു ഗർഡർ കോൺക്രീറ്റ് ചെയ്യുന്നതിനിടെ തകർന്ന് അച്ചൻകോവിലാറ്റിൽ വീഴുകയായിരുന്നു. 2 തൊഴിലാളികൾ ഒഴുക്കിപ്പെട്ട് മുങ്ങി മരിച്ചു. 5 പേർ നീന്തിക്കയറി. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.